ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടയിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് പലതവണ ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പാകിസ്ഥാന്റെ അകത്ത് തന്നെ മിസൈൽ ആക്രമണത്തിനും നാവികസേനയ്ക്ക് നിർദ്ദേശം ലഭിച്ചതായിട്ട് സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് NTV റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആക്രമണത്തിനുള്ള അവസാനത്തെ നിർദ്ദേശം മാത്രം നാവികസേനയ്ക്ക് ലഭിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും നാവികസേന നടത്തി. പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും തുറമുഖങ്ങളിലെ അന്തർവാഹിനികളും ലക്ഷ്യത്തിൽ ഉൾപ്പെട്ടിരുന്നു. സമ്പൂർണമായിട്ടുള്ള ആക്രമണത്തിന് തൊട്ടടുത്തായിരുന്നു ഇന്ത്യൻ നാവികസേന എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കറാച്ചിയിലെ പാക് നാവികസേന കപ്പലുകളായിരുന്നു പ്രാഥമികമായ ലക്ഷ്യത്തിൽ ഉണ്ടായിരുന്നത്. അന്തർവാഹിനികളിൽ നിന്ന് തൊടുക്കാവുന്ന ക്ലബ്ബ് പരമ്പരയിൽപ്പെട്ട ക്രൂയിസ് മിസൈലുകളും ബ്രഹ്മോസ് മിസൈലുകളും അവസാന നിർദ്ദേശവും കാത്തിരുന്നു. യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും അവസാന തയ്യാറെടുപ്പുകൾ നടത്തി. കപ്പലിൽ നിന്നും കരയിൽ നിന്നുമൊക്കെ ഒരേ സമയം തന്നെ ആക്രമണം ആരംഭിക്കുക എന്നതായിരുന്നു പദ്ധതി. പാകിസ്ഥാൻ നാവികസേനയുടെ കപ്പലുകളും അന്തർവാഹിനികളും തുറമുഖവും എല്ലാം ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ബ്രഹ്മോസ് മിസൈലുകളും അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. നാവികസേനയ്ക്ക് വെടിവെക്കാനുള്ള ഉത്തരവ് ഒരുപക്ഷെ അന്നേരം തന്നെ ലഭിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകൾ അടക്കം ലക്ഷ്യത്തിൽപ്പെടുമായിരുന്നു. പാകിസ്ഥാൻ യുദ്ധക്കപ്പലുകളേക്കാൾ മേന്മയിൽ ഏറെ മുന്നിലാണ് ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ എന്നതും ശ്രദ്ധേയമാണ്. കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന നാവികസേനയുടെ പ്രഹരശേഷി കൂടിയ ആയുധങ്ങളുടെ ലക്ഷ്യം ഭീകര ക്യാമ്പുകളായിരുന്നു. ഇന്ത്യൻ യുദ്ധക്കപ്പലുകളുടെ ആക്രമണം സംഭവിച്ചിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ തുറമുഖങ്ങൾ നാമാവശേഷമാകുമായിരുന്നു. MiG-29K ഫൈറ്റർ ജെറ്റുകളും ആക്രമണത്തിന് സന്നദ്ധരായിരുന്നു. ജെറ്റുകളുടെ ആക്രമണ ലക്ഷ്യവും നിർണയിക്കപ്പെട്ടിരുന്നതാണ്. മെയ് 6-7 ദിവസങ്ങളിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ വ്യോമ മിസൈൽ ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 9 പാകിസ്ഥാൻ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചിട്ടായിരുന്നു അത്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാർ വെടിയേറ്റു മരിച്ചതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തൊയ്ബ എന്ന് പറയുന്ന ഭീകര സംഘടനകളുടെയൊക്കെ ഭീകര ക്യാമ്പുകളും ഇന്ത്യ അന്ന് തകർത്തിരുന്നു.